എന്റെ അടി ഏറ്റില്ലേ? ഏറ്റുവാശാലേ ഏറ്റു. താനൊരു ഭയങ്കരനാണ്. തന്റെ ഈ മഞ്ഞപത്രത്തെ റിപ്പോർട്ട് ഇത്ര കേശമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ എന്ത് എഴുതിയാലും യേശും ഡോക്ടറെ. ഇത് കണ്ടോ, ഇതാണ് എന്റെ മാരകായുധം. ഇവനെ ഒന്ന് ചലിപ്പിച്ചാൽ മന്ത്രിമാർ വരെ നടുങ്ങും. പോലീസ് ഉടനെ ഇത് അന്വേഷിക്കൂ. അന്വേഷിക്കുമെന്നു. നാളെ ഈ നേരത്തെ അവൻ ജയിലിൽ കിടന്ന് ഗോറം കൊണ്ട് തിന്നും. ഈ ന്യൂസ് ഒന്ന് എഴുതി ഉണ്ടാക്കാൻ എന്ത് പാടുപെട്ടെന്നറിയാവൂ. താൻ വിഷമിക്കണ്ട, ഞാനത് അറിഞ്ഞു ചെയ്യാം. അല്ല, ഡോക്ടർ അത് ചെയ്യുമെന്ന് എനിക്കറിയാം. ഇപ്പൊ കടലാസും അച്ചിന് മഷിക്കൽ എന്ത് വില കൂടുതലാണെന്നു. കള്ളിന് ഒരു വില കൂടിയിരിക്കുക, പിന്നെയാണോ കടലാസിനും മഷിക്കും വില കൂടാത്തത്? ഇതിരിക്കട്ടെ. കുറെ നാളായിട്ട് ഇവിടെ കൊലപാതകമായിരുന്നു. അങ്ങത്തെ രാത്രി ആയാൽ കുറെ റൗഡികൾ സ്ഥിരമായി വെള്ളം അടിക്കുന്നത് അതിനകത്ത് വെച്ച ആ ഡോക്ടർ എന്ന് പറഞ്ഞതാണ് അവരുടെ നേതാവ്. ശരിക്കൊന്ന് പൂശണം അങ്ങത്തെ. ഐ ആം വെരി സോറി ഫോർ ദി ട്രബിൾ ഡോക്ടർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഈ ആശുപത്രിയെ പറ്റി പേപ്പർ ന്യൂസും പെറ്റീഷനും ഒക്കെ വന്നാൽ ഞങ്ങൾക്ക് എൻക്വയറി നടത്താതിരിക്കാൻ ഒക്കുമോ? പത്രത്തിൽ വന്ന ന്യൂസ് ശരിയല്ലേ സാറേ? അല്ല, ഡോക്ടർ സന്തോഷ് ബാബു ഔദ്യോഗിക അംഗീകാരമുള്ള ആളാണ്. BSc MBBS. സർട്ടിഫിക്കറ്റ് ഒക്കെ സാർ പരിശോധിച്ചോ? പരിശോധിച്ചു. അവയെല്ലാം ഒറിജിനലാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. ഗുഡ് ലക്ക് ഡോക്ടർ. താങ്ക് യു. നീ ഇങ്ങോട്ട് മാറി നിൽക്കടി പെണ്ണേ. ഓടിക്കോ ഓടിക്കോ രാജപ്പ നാട്ടി ഓടിക്കോ അല്ലെങ്കിൽ മേടിക്കും തട്ട്. ഓടിക്കോ ഓടിക്കോ രാജപ്പ നാട്ടി ഓടിക്കോ അല്ലെങ്കിൽ മേടിക്കും തട്ട്. ഡോക്ടർ ബാബു നമ്മുടെ ഡോക്ടർ. ഡോക്ടർ ബാബു നമ്മുടെ ഡോക്ടർ. ഡോക്ടർ ബാബു നമ്മുടെ ഡോക്ടർ. ഉഷേ, സ്വർണ്ണക്കടയിൽ പോകണ്ടേ? വേഗം വരൂ. എന്താ കുമാരൻ, കൊച്ചമ്മയ്ക്ക് വീട് വരെ ഒന്ന് പോയാൽ കൊള്ളാം. വയ്ക്കോട്ടെ, കുഞ്ഞുങ്ങളെ കൂടി അവർക്ക് സ്കൂളിൽ പോകണ്ടേ? ഇളയ കുഞ്ഞമ്മയെ കാണാതെ. ഇളയ കുഞ്ഞ് അല്ലേ? അത് നമ്മൾ തന്നെ കൊണ്ടുപോയിക്കോട്ടെ. നമ്മുടെ വണ്ടി, ആ വണ്ടി ഇന്ന് എനിക്ക് ആവശ്യമുണ്ട്. ബാല, എനിക്കൊരു അരഞ്ഞാണം കൂടെ വാങ്ങിക്കണം. 25 പവന്റെ അരഞ്ഞാണ എന്റെ ഇടിപ്പിക്കിടന്നതാ. ദാ ഇവളുടെ അച്ഛൻ ഊരിക്കൊണ്ടുപോയി ഇട്ട് കളഞ്ഞു. ശരിയമ്മായി, വാങ്ങിച്ചോണ്ട് വരാം. മമ്മി, വെള്ളി മതിയല്ലോ. എന്താടേ, എനിക്കത്ര വയസ്സായി പോയോ? അവൻ ഇഷ്ടമുള്ളത് മേടിക്കും. നിങ്ങൾക്ക് സ്കൂളിൽ പോണ്ടേ മക്കളെ? പരീക്ഷ കഴിഞ്ഞാലുടനെ മമ്മി അപ്പൂപ്പനെ പറഞ്ഞു വിടാം. അപ്പൂപ്പന്റെ കൂടെ വന്നാ മതി. അറിയാതെ മക്കളെ. കുഞ്ഞിപ്പോ ഇവിടുന്ന് പോകുന്നത് അല്ലാതെ വേറെ മാർഗമില്ല നാണിയമ്മേ. ഇതിൽ കൂടുതൽ സഹിക്കാൻ എനിക്ക് ശക്തിയില്ല. ഇനി ഇവിടെ നിന്നാൽ ഞാൻ എന്തെങ്കിലും കടുകൈ ചെയ്തു പോകും. രാവിലെ കുട്ടികളെ സ്കൂളിൽ വിടണം. സജി പല്ല് തേക്കാൻ മടിച്ചു നിൽക്കും. അത് ശ്രദ്ധിക്കണം. എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. മുന്നേ നിന്നെ സജി രാവിലെ എഴുന്നേക്കാൻ മടിക്കരുത്.
നാണിയമ്മ പറയുന്ന അനുസരിക്കണം. ഡാഡിയെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യരുത്. ഇല്ല മമ്മി. അമ്മായി ഉഷ ഇരിക്കുന്നിടത്ത് പോകരുത്. ഇല്ല മമ്മി. ഇങ്ങ് തരൂല്ലേ? കുമാരേട്ട, എന്റെ കുഞ്ഞുങ്ങൾ എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഈ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് ഇനി ഇവിടെ ആരും ഒരു തരി മണ്ണ് പോലും തുള്ളിയിടുകയില്ല. ഇവരെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. കുഞ്ഞ് സമാധാനമായിട്ട് പോ. മോനെ, മോനെ, നീനെവിടെ? ചേച്ചി തന്നെ വെച്ചോ. അവരുടെ നാട്ടിൽ പുതിയ വേലക്കാരി വരണുണ്ട്. അതുകൊണ്ട് എന്റെ അടുക്കൽ പോയിക്കൊള്ളാൻ പറഞ്ഞേ. നീ ഏമാനെ കണ്ടോ? കാലുണ്ടെന്ന് പറഞ്ഞു. ശമ്പളം തീർത്താ തള്ളയുടെ കൈ കൊടുത്തയച്ചു. ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന കാണും ഞാൻ വല്ലതും പറയുന്ന അവർക്ക് പിടിക്കുന്നില്ല. നീ ഒരു കാര്യം ചെയ്യ്, തൽക്കാലം ഇന്ദുക്കുഞ്ഞിന് വീട്ടിൽ പോയി നിൽക്കും. ഈ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടം. നീ വിഷമിക്കണ്ട, ഇവിടെ ഒരു വാതി ഒഴിപ്പിക്കൽ നടത്താറുണ്ട്. അത് കഴിയുമ്പോ എല്ലാം നേരെ ആയിക്കൊള്ളൂ. വരട്ടെ മോളെ, വരട്ടെ മോനെ. അച്ഛാ കാപ്പി. എടാ, ഒരുപാട് തേങ്ങാവെള്ളം കുടിക്കില്ലേ, വയറിളകും. അവൻ പൊങ്ങു വേണമെന്ന് പറഞ്ഞോണ്ട് നിൽക്കുക, ഞാൻ കൊടുത്തില്ല. മതി മതി, ഇവിടെ നിന്ന് അച്ഛൻ അതും കൊടുക്കും. വാ. ഈ കുഞ്ഞു വന്നിട്ട് കുറച്ചു ദിവസം ആയല്ലോ, അദ്ദേഹത്തെ ഇതുവരെ കണ്ടില്ലല്ലോ. ആ ബാലേന്ദ്രന്റെ ജോലി തിരക്കായിരിക്കും. ഇനി വല്ല പിണങ്ങിയ പറ്റ പോന്നാണോ? പോടാ, അവര് തമ്മിൽ പിണങ്ങാനോ? അന്ന് കാക്ക മലന്ന് പറക്കും. എന്റെ മോളെ ഞാനാടാ വളർത്തിയത്.
ഞാൻ ഫുൾ. ഞാൻ നിൽ. നിങ്ങളോ? ഞാനും ഫുള്ള. കന്ന കാശ് തരണം. ഒരു 100 രൂപ കടണ്ട. കാശില്ലെങ്കിൽ കളിക്കണ്ട. എല്ലാവരും വെക്കണം. വെക്കണം. കാശില്ലെങ്കിൽ കളിക്കണ്ടെന്ന് വേണ്ട. പ്രശ്നം തീർന്നല്ലോ. മക്കള് പഠിക്കാണോ? ഞാൻ പഠിപ്പിച്ചു തരാം. ഒരു കണക്കിട്ട് തരാം. ചെയ്യ. 1000 മാക്രിക്ക് 1/2 പൂക്കറി. എന്നാ ഒരു പൂക്കറിക്ക് എത്ര മാക്രി? ചെയ്യാൻ സജിമോനെ നമ്മൾ മുറി പോയിരുന്നു പഠിക്കും. അതെന്താ കുമാരൻ നീ പിള്ളേരെ പറഞ്ഞു വിട്ടത്? നിങ്ങൾ അവരെ പഠിപ്പിക്കണ്ട. എന്നാ നിന്നെ പഠിപ്പിക്കാം. ഇരിക്കെ. എനിക്ക് പഠിക്കണ്ട. വേണ്ടെങ്കിൽ വേണ്ട. എനിക്കെന്റെ മുറി വരെ ഒന്ന് പോണം. കാറ് വിളിക്കണോ? വേണ്ട വേണ്ട. എനിക്ക് ഞാൻ കൊണ്ടേയാക്കാം. വേണ്ട. നീ 3ാമനത്തേക്ക് നടക്കുന്നവന് എന്നെ പോക്കണ്ട. എന്റെ ഭാര്യ വെക്കും. മന്ദാകിനി. മന്ദാകിനി. മോശം. ഇവർക്ക് ചെവി കേൾക്കൂലേ? നിങ്ങൾ എന്തിനാണ് കിടന്ന് വലിച്ചു കയറുന്നത്? എന്നോട് പൊക്കടി. എനിക്ക് മുറിയിൽ പോണം. എനിക്കിപ്പോ സൗകര്യപ്പെടില്ല. വേണ്ട. ഞാൻ ഇവിടെ കിടന്നോളാം. എന്നാ അവിടെ തന്നെ കിടന്നോ. പുറത്ത് പറിച്ചാനാ, കുടിക്കാനല്ല. ഈ മരുന്ന് അപ്പുറത്തുനിന്ന് വാങ്ങിക്കണം. കാശൊന്നും കൊടുക്കണ്ട. ദിവസം 3 നേരം. എന്താ? ഇവൾക്കൊരു വയറ്റുവേദന. എപ്പോ തുടങ്ങി? കുറച്ചുനാളായി. ഇരിക്കും. ഈ കുപ്പി ഒന്ന് കഴുകിക്കൊണ്ട് വരാൻ പറ്റി. കഴുകിയിട്ട് പോകുന്നില്ല. മരുന്നിന്റെ കറയാ. എന്താടി? എന്ത് പറ്റി? ഇത് കണ്ടോ? ഇത് ആശുപത്രിയോ വിചാരിച്ചാലയോ? ഇതിന് സമാധാനം ഉണ്ടാക്കാൻ ഞാൻ അവിടെ പോകത്തില്ല. എടോ ഡോക്ടറെ, ഇങ്ങോട്ടാണെങ്കിൽ വേണം. ഇങ്ങോട്ടാണെങ്കിൽ വരാൻ. തന്റെ ചികിത്സ ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. ഇങ്ങോട്ടാണെങ്കിൽ വരാനാ പറഞ്ഞത്. എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ? നിങ്ങളൊക്കെ ഈ നാട്ടിൽ ചെറുപ്പക്കാരല്ലേ? എന്റെ സഹോദരിയെ ചികിത്സിപ്പിക്കാനാ കൊണ്ടുവന്നത്, അല്ലാതെ ഡോക്ടറെ കൊണ്ടോ? തന്റെ സഹോദരിയെ ഡോക്ടർ എന്ത് ചെയ്തെന്നാ പറയണേ? എന്ത് ചെയ്തെന്നോ? പരിശോധിക്കാന്ന് പറഞ്ഞ് എന്നെ ഇറക്കി വിട്ടിട്ട് അവളെ കയറി പിടിച്ചിരിക്കും. ഇത് കണ്ടോ? എടി, നീ ആ ചാത്തനാട്ടുള്ളതല്ലേ? അല്ല, ഞാൻ തലക്കുളത്തുള്ളത്. ഓ, വേലുത്തമ്പിയുടെ അനിയത്തിയായിരിക്കും. എടി, നീ ആ പുഷ്പാങ്കരം പോലുള്ള തെക്കിലെ നാടകക്കാരി തിലോത്തമ്മയല്ലേ? നിനക്ക് 4 ഭർത്താക്കന്മാരല്ലേ? സത്യം പറഞ്ഞോ? ഇല്ല, നിന്നെ ഞങ്ങൾ കടാപ്പുറത്ത് നോക്കിക്കൊണ്ടു പോകും. സത്യം പറടി, നീ ആ തിലോത്തമ്മനല്ലേ? ഞാൻ ഞാനൊന്നും പറയണ്ട. സത്യം പറഞ്ഞാൽ നിന്നെ വന്ന പോലെ തിരിച്ചുവിടാം. അല്ലെങ്കിൽ നിന്റെ കാലെ പിടിച്ച് പഠിച്ച് കിറിയാൻ കടലെറിയും. എന്റെ പൊന്നാങ്ങളമാരെ, എന്റെ തല്ലല്ലേ. ആ രാജപ്പൻ ഡോക്ടർ റപ്പായി ചേട്ടനും കൂടിയാ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്. കാക്കാ, എപ്പോഴെങ്ങനെ വിട്ടാ പറ്റില്ല. പിടിച്ചാ എങ്ങനെയോട്ട് കഴി. ജോയ്, അവളെ ഒന്നും ചെയ്യണ്ട. വയറ്റിപ്പഴുപ്പിന് വേണ്ടി അവളെന്താ വേഷം കിട്ടിയതാ. പാവം. പാവമാ, ആറാം പറഞ്ഞ പന്നിയ ഡോക്ടർ. എന്തെങ്കിലും ആവട്ടെ, നീ വയ്ക്കും. ഈ പ്രേസിനെ കണ്ടുപോരുത്. ഓടി ഓടി.